മുബഷീർ ഉള്ളത് ഇപ്പോൾ പന്നിക്കണി ഒരുക്കിയ സ്ഥലത്താണ്. അവിടെ നമ്മുടെ പ്രതിനിധി മുബഷീർ പി അക്ബർ എത്തിയിട്ടുണ്ട്. നമുക്ക് മുബഷീറുമായി സംസാരിക്കാം. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. മുബഷീർ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ പന്നിക്കണി നിലമ്പൂർ പരിസരങ്ങളിൽ, വഴിക്കടവ് പരിസരത്ത് പലയിടങ്ങളിലും വെക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അബ്ദുൾ റഷീദിന്റെ വീട്ടിൽ പോയിരുന്നു. അബ്ദുൾ റഷീദ് മരിച്ചു കിടന്ന സ്ഥലം നമ്മൾ കണ്ടു. ഇപ്പോൾ മുബഷീർ നിൽക്കുന്നത് എവിടെയാണ്? ഈ പന്നിക്കണി കെട്ടിയ രീതി അതെങ്ങനെയാണ് എന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ മേലെ വെള്ളക്കെട്ട ഭാഗത്താണ്. ഇവിടെ നിന്നും ഏകദേശം 100 മീറ്റർ താഴെ അവിടെ വെച്ചായിരുന്നു ദാരുണമായ നാടിനെ നടുക്കിയ അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ സംഭവം ഉണ്ടാകുന്നത്. തൊട്ട് താഴെ നിന്നും മീൻ പിടിച്ച് മുകളിലോട്ട് നടന്നു വരികയായിരുന്ന കുട്ടികൾ ഈ തോട്ടിൽ നിന്നും വലയെറിഞ്ഞ് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ബിനീഷ് അവിടെ ക്രമീകരിച്ചിരുന്ന ആ കെണിയിൽ ഒരു കുട്ടിയുടെ കാല് തട്ടുകയും അപകടം സംഭവിക്കുകയും പിന്നീട് അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത്. എന്തായാലും ഇപ്പോൾ എങ്ങനെയാണ് ബിനീഷ് ഈ ഒരു മേഖലയിലെത്തി ഈ ഒരു അപകട കെണി ഒരുക്കിയത്, അതായത് പന്നിക്കെണി ഒരുക്കിയത് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. എനിക്ക് പിൻഭാഗത്ത് കാണുന്ന വൈദ്യുതി പോസ്റ്റ് ഷഫീഖ് ഒന്ന് പാൻ ചെയ്താൽ കാണാൻ സാധിക്കും. ഈ വൈദ്യുതി പോസ്റ്റിൽ ഇന്നലെയൊക്കെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ 95% ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 5% നിന്നാണ് ഈ പറയപ്പെടുന്ന നായാട്ട് സംഘങ്ങളൊക്കെ തന്നെ വൈദ്യുതി വലിക്കുന്നതെന്ന് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുമ്പോൾ അത് ആ ഭാഗം വരെ ഏകദേശം 95% തന്നെ അതിന്റെ ഇൻസുലേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഈ തോടിന്റെ കുറുകെയുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഈ പറയപ്പെടുന്ന ബിനീഷിനെ പോലെയുള്ള നായാട്ട് സംഘങ്ങൾ ഈ വൈദ്യുതി മോഷ്ടിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു ഭാഗത്തു നിന്നും വയറ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് താഴ്ഭാഗത്തേക്ക് ഇടുന്നതാണ് ഇവരുടെ രീതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു മേഖലയിൽ എത്തിയ സമയത്തെ ചില ഉപകരണങ്ങളൊക്കെ തന്നെ ഒന്ന് ഇങ്ങോട്ട് മാറി എന്താ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് അരുൺകുമാർ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു പക്ഷേ ബിനീഷ് ഇവിടെ ഈ ഒരു പന്നിക്കണി ഒരുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഉപകരണമാകാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് അവരുടെ കയ്യിലുള്ള വയറിന്റെ മുകൾ ഭാഗത്ത് കെട്ടിവെച്ചതിനു ശേഷം ഈ ഇലക്ട്രിക് കമ്പിയിലേക്ക് എറിഞ്ഞ് കെണിയൊരുക്കുന്നതാണ് രീതി എന്നുള്ളതാണ് അല്ലെ ബഷീർക്ക? ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് തോന്നുന്നല്ലേ? ഇത് തോട്ടിനോട് കൊടുക്കണം. ഇത് കമ്പി ടച്ച് ആകാത്ത കമ്പി കെട്ടുന്ന സാധനമാണ്. അതായത് ഈ പന്നിക്കണി ഒരുക്കുന്നതിന് വേണ്ടി ഒരു KCB-കാരനെ കിട്ടുന്നതാണ്. ലൈന് ടച്ച് ആകാതെ തന്നെയാണോ അവര് വലിച്ചിട്ടുണ്ടാവും? ഇങ്ങനത്തെ 5 സ്ഥലമുണ്ട് കേബിൾ ഇടാത്തത്. ഇതേമാർക്ക് മേലെയുണ്ട്. അവിടെ ഇത് മേലും വലിക്കണത്. എനിക്കവിടെ 1.5 ഏക്കർ ഭൂമിയുണ്ട്. അതിലുണ്ട് ഇങ്ങനെ ഒരു 50 മീറ്ററും കൂടി ഇല്ല ഇങ്ങനെ കമ്പിയായി കിടക്കുന്നത്. അതൊക്കെ അവരുടെ കേബിളാക്കാൻ അതിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ചെയ്യാത്ത ഭാഗത്തു നിന്നാണ് അവർ കറണ്ട് വലിക്കുന്നത്. വൈദ്യുതി അത് വിനീഷ് ഒറ്റക്കും അല്ല. അതിവിടെ ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അതിപ്പോൾ മരിച്ച കുട്ടീൻ്റെ ഫാദറിനോട് ചോദിച്ചാൽ അവർക്ക് വരെ അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഇത് KCB-കാരുടെ അനാസ്ഥയാണ് ഏറ്റവും വലിയത് വന്നിട്ടുള്ളത്. ഈ ഇവർ ഇത്രക്കും ചെയ്തിട്ട് ഇവിടെ കറണ്ട് മോഷണം പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ കേബിൾ ഇട്ട് അത് മുഴുവിട്ടിട്ടുള്ളത്. എന്നിട്ടാണ് ഈ കുറഞ്ഞ സ്ഥലത്ത് അവർ ഇടാതെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അനാസ്ഥ കാരണത്താലാണ് ഈ കുട്ടീനെ മരണം സംഭവിച്ചത്. പന്നിക്കണി എങ്ങനെയാ തോട് പോലെയുള്ള പുഴയുടെ ഭാഗത്തേക്ക് എങ്ങനെയാ അവരുടെ വയറിടുന്നത്? വയറിട്ടപ്പോൾ ഇന്നലെ ഇവിടെ തെളിവ് സഹിതം കണ്ടതല്ലേ? വയറിട്ടത് ഇവിടെ തെളിയിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് അത്രക്കും തെളിവ് സഹിതം എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരും കണ്ടതല്ലേ? തൊട്ട് മുകൾ ഭാഗത്ത് അതിന്റെ കുറുകെ ഒരു രീതിയിലാണ് അവർ സ്ഥാപിക്കുന്നതില്ലേ? പന്നി വനമേഖലയിൽ നിന്നും ഇറങ്ങി വന്ന് അങ്ങോട്ടേക്ക് ചാടുമ്പോൾ വയറ് തട്ടി കറണ്ട് അടിച്ച് താഴെ. കറണ്ട് ഈ തോടിന് കുറുകിടുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ ഫേസിൽ നിന്ന് സ്വന്തം ഒരു ലൈൻ വലിച്ചിട്ടുള്ളത് വെള്ളത്തിൽ തട്ടിയാലുള്ള എർത്തടിച്ചുകൊണ്ട് കറണ്ട് പിടിക്കുള്ളൂ. അതിപ്പോൾ മനുഷ്യനായി എന്തിനായി കഴിഞ്ഞാൽ ഇത് ജീവി ഈ വന്യമൃഗങ്ങൾക്കായി കഴിഞ്ഞാൽ രോമത്തിലും അങ്ങനെ തട്ടിയാൽ ഭൂമിയിൽ ഒരു ലൈൻ ഇതിലിട്ട് കഴിഞ്ഞാൽ കറണ്ട് പിടിക്കൂല. വെള്ളത്തിൽ അതിൻ്റെ കാല് ടച്ച് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ പന്നി വിൽക്കുള്ളൂ. അതാണ് ഈ തോട്ടിൽ കൂടി തന്നെ ഇട്ടുന്നത്. ഈ മനുഷ്യർക്കായാലും ഈ തോട്ട് വെള്ളത്തിലായി കഴിഞ്ഞാൽ മനുഷ്യർക്കാവുമ്പോൾ 100 ഇരട്ടി സ്ട്രോക്കിൽ പോകും. അടിച്ച് അല്ലെങ്കിൽ അടിച്ച് ഈ ഒഴിഞ്ഞ ഭൂമി കൂടി അടിച്ച് തെറിക്കുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ അപകടം വരില്ല. മനുഷ്യർക്ക് മാത്രം പിടിക്കുള്ളൂ. മൃഗങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് കൂടി കറണ്ട് ഇട്ടാൽ പിടിക്കില്ല. തോടിന്റെ ഭാഗത്തൊക്കെ വെള്ളം അടിച്ച് താഴോട്ട് വീഴുമ്പോൾ പിന്നെ അതിന്റെ അലർച്ച ശബ്ദമൊന്നും ഉണ്ടാവില്ല. അത് അവിടെ കിടക്കും. ഈ നായാട്ട് സംഘങ്ങൾക്ക് എടുത്തുകൊണ്ടാവാൻ സുഖം. ഈ വെള്ളത്തിലേക്ക് കഴിഞ്ഞാൽ മനുഷ്യരും മൃഗങ്ങളെല്ലാവരും അവിടെ സ്പോട്ടിൽ വെക്കും. വ്യക്തമാണ്. വേറെ ചില ഇടങ്ങളിൽ ഒരിക്കൽ കൂടി ആ പോസ്റ്റ് ലൈൻ ഒന്ന് കാണിക്കാവുന്നതാണ്. മുബഷീറിന്റെ കയ്യിൽ കെണി ഇലക്ട്രിക് ലൈനിലേക്ക് കെണി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം മുബഷീറിന്റെ കയ്യിലുണ്ടല്ലോ. ആ ഭാഗം ഒന്നുകൂടി ഒന്ന് കാണിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കെണികൾ പലയിടങ്ങളിലും KCB ലൈനുകളിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഞാൻ ആ വൈദ്യുതി പോസ്റ്റ് ഒന്നുകൂടെ കാണിക്കാൻ. അതായത് ഇത് വനമേഖലയാണ്. തൊട്ട് മുകളിൽ നാടുകാണി വനമേഖല പോലെയുള്ള പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വനമേഖല കൂടിയാണിത്.
ഈ ഒരു മേഖലയിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെടാത്ത 5% ഭാഗങ്ങളിൽ നിന്നാണ് ഈ നായാട്ട് സംഘങ്ങൾ വയറ് വലിക്കുന്നത്, അത് വൈദ്യുതി കെണിയാക്കി മാറ്റുന്നത്, പന്നിക്കെണിയാക്കി മാറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തനം നടത്തുമ്പോൾ ഈ മേഖലയിലൂടെ നടന്നു പോകുന്ന കർഷകരായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ്. അനന്തുവിന്റെ മരണം അത് അത്തരത്തിലുള്ള അപകടക്കെണി മൂലമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ അത് കൂടുതൽ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി താഴ്ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഈ തോട് പോലെയുള്ള പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വയറിങ്ങോട്ടേക്ക് വലിച്ചിറക്കി ഇതിൻ്റെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തോടിൻ്റെ മുകൾ ഭാഗത്തു കൂടിയായിരുന്നു വയറിട്ടിരുന്നത്. സമാനമായ രീതിയിൽ വലിയ നീളത്തിൽ, അതായത് KSEB ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഒരു മേഖലയിലെത്തി പരിശോധന നടത്തിയ സമയത്ത് എവിടെ നിന്നാണ് ഇവരുടെ ഒരു പന്നിക്കണി ആരംഭിക്കുന്നത്, അത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന കാര്യത്തിൽ പോലും സംശയമുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ബഷീർ ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിന്റെ അവസാനവും അല്ലെങ്കിൽ ഇതിന്റെ തുടക്കവും അവസാനവും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് പോലീസുകാർ ഫുള്ള് തെളിവെടുക്കുന്ന വണ്ടി കണ്ട് ഫുള്ള് മടക്കി കൊണ്ട് എത്ര ആളിനും വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്.